അടുത്ത ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. നമ്മുടെ 5th ടോപ്പിക്കാണ് ചാപ്റ്റർ 1-ലെ കെമിസ്ട്രി ചാപ്റ്റർ 1-ലെ 5th ടോപ്പിക് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. കാരണം അതറിയാതെ നമുക്കൊരിക്കലും ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഈ ടോപ്പിക്കിൻ്റെ ഒരു കുഴപ്പം. ലിമിറ്റിംഗ് റിയേജൻറ്റ് നേരിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ വേറെ 2 കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. എന്താണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്? ഇതെന്താണ് എന്ന് ആദ്യം അറിയണം. എന്താണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞാലാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്, സ്റ്റോഷിയോമെട്രി. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഇക്വേഷൻ തരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ എളുപ്പമുള്ളൊരു ഇക്വേഷനാണ്, ഒരു കെമിക്കൽ ഇക്വേഷനാണ്. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗിവ്സ് വാട്ടർ H2. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇതിനെ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാക്കി മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതാണ് ചോദ്യം. അപ്പോൾ എല്ലാവരും പറയും ഇതിനെ ബാലൻസ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ 2H2 കൊടുത്തു, ഇവിടെ 2H2O കൊടുത്തു. അപ്പോൾ 4 ഹൈഡ്രജൻ 2 ഓക്സിജൻ എല്ലാം ശരിയായി അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയോ? ഇല്ല. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ വേണം. അതായത് ഇവരുടെയൊക്കെ സ്റ്റേറ്റ്സ് എങ്ങനെയാണ് എന്ന് എഴുതണം. ഹൈഡ്രജൻ ഇരിക്കുന്നത് സോളിഡ് ആയിട്ടാണോ ലിക്വിഡ് ആയിട്ടാണോ ഗ്യാസ് ആണോ അത് നമ്മൾ പറയണം. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ്, ഞാൻ അതുകൂടെ മെൻഷൻ ചെയ്യുകയാണ്. ഓക്സിജൻ ഗ്യാസ്, വാട്ടർ അത് ഞാൻ ലിക്വിഡാണ്, അപ്പോൾ അതും കൂടെ മെൻഷൻ ചെയ്യുകയാണ്, ലിക്വിഡ്. ഓക്കെ, ഇപ്പോഴാണ് ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, അതൊരു പെർഫെക്റ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനായിട്ട് മാറിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ 2 ഹൈഡ്രജൻ 2, 1 ഓക്സിജൻ അപ്പോൾ 1, 2 വാട്ടർ അപ്പോൾ 2. കണ്ടോ, ഈ നമ്പേഴ്സിന് പറയുന്ന പേരാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസിൻ്റെ കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എന്ന് പറയുക. ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാൽക്കുലേഷൻസ് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ കാൽക്കുലേഷൻസിന് പറയുന്ന പേരാണ് സ്റ്റോഷിയോമെട്രി. സ്റ്റോഷിയോമെട്രി. ഓക്കെ, അപ്പോൾ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാൽക്കുലേഷൻസിന് പറയുന്ന പേരാണ് സ്റ്റോഷിയോമെട്രി. ഓക്കെ, അപ്പോൾ ഇത് എക്സ്ട്രാ ഡെഫിനിഷനൊന്നും നമ്മളോട് ചോദിക്കില്ല, ഇത് നമുക്ക് അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസിനെ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്തൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം? അതായത് ഞാൻ ഒന്നുകൂടെ ഇക്വേഷൻ എഴുതുകയാണ്. 2H2 പ്ലസ് O2 ഗിവ്സ് 2H2O അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്സും കൂടെ എഴുതുന്നു, G, L. ഓക്കെ, സ്റ്റേറ്റൊക്കെ എഴുതി. ഗ്യാസ് വാട്ടർ അല്ലേ, ലിക്വിഡ്. അപ്പോൾ ഇനി എൻ്റെ ചോദ്യം, ഈ 2, 1, 2 എന്ന് പറയുന്ന ഈ 3 നമ്പേഴ്സ് അല്ലേ, 2, 1, 2 ഈ 3 നമ്പേഴ്സിനെ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഞാൻ പറയുന്നു, ഒന്നാമത്തെ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് പല രീതിയിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നാമത്തെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ വായിക്കാം. 2 മോൾസ് എന്ന രീതിയിൽ വായിക്കാം. 2 മോൾസ് ഓഫ് H2 ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് 1 മോൾ ഓഫ് ഓക്സിജൻ ഗിവിങ് 2 മോൾസ് ഓഫ് വാട്ടർ. ഇങ്ങനെ പറയാം, ഒരു തെറ്റുമില്ല അതിനകത്ത്. കാരണം ഇതൊരു റേഷ്യോ ആണ്. അപ്പോൾ റേഷ്യോ നമുക്ക് പല രീതിയിൽ പറയാമല്ലോ, അതുപോലെയാണ് പല യൂണിറ്റ്സിനകത്ത് നമുക്ക് റേഷ്യോ പറയാം. അപ്പോൾ അടുത്ത ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെ നമുക്ക് എന്തും പറയാം. 2 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ റിയാക്ടിങ് വിത്ത് 1 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ആൻഡ് ഗിവിങ് 2 മോളിക്യൂൾസ് ഓഫ് വാട്ടർ. അങ്ങനെയും പറയാം. അപ്പോൾ മോൾസ് എന്ന് പറയാം, മോളിക്യൂൾസ് എന്ന് പറയാം. പിന്നെയോ കഴിഞ്ഞോ? ഇല്ല. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് 2 വോള്യൂംസ് ഓഫ് ഹൈഡ്രജൻ റിയാക്ടിങ് വിത്ത് 1 വോള്യൂം ഓഫ് ഓക്സിജൻ ആൻഡ് ഗിവിങ് 2 വോള്യൂംസ് ഓഫ് വാട്ടർ എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും പറയാം.
2 volumes of hydrogen reacting with 1 volume of oxygen giving 2 volumes of water എന്ന് പറയാൻ പറ്റില്ല. വാട്ടറിൻ്റെ കേസിൽ മാത്രമേ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ കാര്യത്തിന് ഒരു പ്രശ്നമുണ്ട്. ഗ്യാസസിന് മാത്രമേ വോളിയം പറയാൻ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞതാണ് അല്ലേ. വോളിയം നമ്മൾ ഇങ്ങനെ പ്രപ്പോർഷനായിട്ട് വോളിയം പറയുന്നത് ഗ്യാസസിന് മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇതിനകത്ത് ലിക്വിഡാണ് വാട്ടർ, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇനി സപ്പോസ് ഇത് വാട്ടർ വേപ്പർ ആയിരുന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ നമുക്ക് പറയാം 2 വോളിയംസ് ഓഫ് വാട്ടർ വേപ്പർ എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റുന്നത്. മോൾസ് എന്ന് പറയാം, മോളിക്യൂൾസ് എന്ന് പറയാം, വോളിയംസ് എന്ന് പറയാം അല്ലേ. മോൾസ് എന്ന് പറയാം, മോളിക്യൂൾസ് എന്ന് പറയാം, വോളിയംസ് എന്ന് പറയാം. ഓക്കെ, പക്ഷെ നെവർ എന്ത് പറയാൻ പറ്റില്ല, മാസ് പറയാൻ പറ്റില്ല. അപ്പോൾ വോളിയംസ് എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും, എന്ത് ഈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വോളിയത്തിൻ്റെ യൂണിറ്റ്സ് ഏത് വേണമെങ്കിലും പറയാം. ലിറ്റർ പറയാം, അപ്പോൾ 2 ലിറ്റർ ഹൈഡ്രജൻ 1 ലിറ്റർ ഓക്സിജൻ അങ്ങനെ പറയാം. മില്ലി ലിറ്റർ എന്ന് പറയാം. ഓക്കെ, മൈക്രോ ലിറ്റർ എന്ന് പറയാം, സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയാം. ഇതൊക്കെ വോളിയത്തിൻ്റെ യൂണിറ്റുകളാണ്. വോളിയത്തിൻ്റെ ഏത് യൂണിറ്റുകൾ വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ അതാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ പറയാം, പക്ഷേ എന്ത് മാത്രം പറയാൻ പറ്റില്ല, മാസ് പറയാൻ പറ്റില്ല. 2 കിലോഗ്രാം ഹൈഡ്രജൻ 1 കിലോഗ്രാം ഓക്സിജൻ അങ്ങനെ പറയാൻ പറ്റില്ല. 2 ഗ്രാം ഓക്സിജൻ 1 ഗ്രാം അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഗ്രാം, കിലോഗ്രാം അങ്ങനെയുള്ള മാസിൻ്റെ യൂണിറ്റുകളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മാസ് വേണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട്, അതായത് 1, 2, 3 ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അല്ലാതെ നേരിട്ട് നിങ്ങൾക്ക് 2 കിലോഗ്രാം 1 കിലോഗ്രാം അങ്ങനെയൊന്നും മാസമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനിയാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്. എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ഇപ്പോൾ നമുക്ക് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എന്താണെന്ന് അറിയാം, സ്റ്റോഷിയോമെട്രി എന്താണെന്ന് അറിയാം. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്റ്റോഷിയോമെട്രി ആണ്. അതായത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാൽക്കുലേഷനാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരികയാണ്, ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ലിമിറ്റിംഗ് റിയേജൻറ്റ് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലൂടെ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: 5 kilograms of hydrogen is taken to react with 16 kilograms of oxygen to give water. Find out the limiting reagent, find out the excess reagent, how much amount of the excess reagent remain unreacted, how much product is formed. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിനേക്കാൾ കൂടുതലായിട്ട് ലിമിറ്റിംഗ് റിയേജൻറ്റിൽ വേറൊന്നും ഇനി ചോദിക്കാനില്ല. കാരണം ലിമിറ്റിംഗ് റിയേജൻറ്റ് ചോദിക്കാവുന്ന 4 ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്താണെന്ന് മനസ്സിലാവും, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ്. ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതേ മോഡലിലായിരിക്കും ലിമിറ്റിംഗ് റിയേജൻറ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 5 കിലോഗ്രാം ഹൈഡ്രജൻ 16 കിലോഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. അപ്പോൾ ഇവർ രണ്ടുപേരും റിയാക്ട് ചെയ്താൽ നമുക്ക് സാധാരണഗതിയിൽ എന്താ കിട്ടുക? നമുക്കറിയാം, അത് വാട്ടറാണ് അല്ലേ, H2O. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ 2H2 + O2 gives 2H2O. ഇവരുടെ സ്റ്റേറ്റ്സും കൂടെ ഞാൻ എഴുതുകയാണ്: ഹൈഡ്രജൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, വാട്ടർ ലിക്വിഡ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കോഎഫിഷ്യൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ എഴുതിയാലുള്ള ഗുണം എന്താ? ഇവരുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് കിട്ടി 2, 1, 2. ഇതാണ് ഇവരുടെ റേഷ്യോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്താണ് എന്നുള്ളതാണ്. നമുക്ക് തന്നിരിക്കുന്നത് 5 കിലോഗ്രാം ഹൈഡ്രജൻ ആൻഡ് 16 കിലോഗ്രാം ഓക്സിജൻ എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരിക്കലും ഈ റേഷ്യോ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസിൻ്റെ ഈ റേഷ്യോ നമുക്കൊരിക്കലും മാസിൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റില്ല, കിലോഗ്രാം ഗ്രാമായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരിക്കലും 2 കിലോഗ്രാം ഹൈഡ്രജൻ അല്ലെങ്കിൽ 1 കിലോഗ്രാം ഓക്സിജൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് തെറ്റാണ് അല്ലേ? അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, യെസ്. പിന്നെ എന്താ പറയാൻ പറ്റുക? എനിക്ക് 5 കിലോഗ്രാം 16 കിലോഗ്രാം എന്നുള്ള ഈ റേഷ്യോനെ
2:1:2 എന്നുള്ള ഈ റേഷ്യോയിലേക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ എനിക്ക് ഈ 2:1:2നെ എന്തെങ്കിലും ആക്കി പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ 2 മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ മതിയോ? അപ്പോൾ അത് ഭയങ്കര ചെറുതായി പോകും. ഇവിടെ നമുക്ക് 5 കിലോഗ്രാം 16 കിലോഗ്രാം ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മോളിക്യൂൾസ് പോരാ, പിന്നെ എന്ത് പറയാം? മോൾസ് പറയാം അല്ലേ? അപ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്യുകയാണ്? സൗകര്യപൂർവ്വം 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജൻ 2 മോൾ വാട്ടർ 2 മോൾസ് ഓഫ് വാട്ടർ എന്ന് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മാസ് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം 2 മോൾസ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ഗ്രാം ആണ്. അതുപോലെ 1 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 32 ഗ്രാം ആണ്. അതുപോലെ 2 മോൾസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 36 ഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഗ്രാമിൽ എല്ലാ റേഷ്യോസും സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യൻസും നമ്മൾ ഗ്രാമിൽ എഴുതി. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് 36 ഗ്രാം വാട്ടർ ഉണ്ടാവുന്നത്. ഇതാണ് ഇവരുടെ റേഷ്യോ. ഇനി ആകെ ഒരു പ്രോബ്ലം ഉള്ളത് നമുക്ക് തന്നിരിക്കുന്ന കിലോഗ്രാമിലാണ് എന്നുള്ളതാണ്. കിലോഗ്രാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ റേഷ്യോനെ നിങ്ങൾക്ക് നേരിട്ട് കിലോഗ്രാമിലേക്ക് എഴുതിയാൽ മതി. കാരണം എന്താ? ഇത് റേഷ്യോ ആണ് അല്ലേ? മാസിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാം? കിലോഗ്രാമിലേക്ക് എഴുതാം. അപ്പോൾ 4 കിലോഗ്രാം എന്ന് എഴുതാം, 32 കിലോഗ്രാം എന്ന് എഴുതാം, 36 കിലോഗ്രാം എന്ന് എഴുതാം. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഗ്രാമിലുള്ളത് തന്നെ കിലോഗ്രാമിലുള്ള റേഷ്യോ ആയിട്ട് കിട്ടി. കാരണം എന്താ? നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 4 ഗ്രാം പ്ലസ് 32 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 36 ഗ്രാം ആണ്. അതേപോലെ ഇവിടെ 4 കിലോഗ്രാം പ്ലസ് 32 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 36 കിലോഗ്രാം ആണ്. കണ്ടോ? അതിനകത്ത് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇനി വേറെ കൺവേർഷന് പോകേണ്ട ആവശ്യമില്ല. നേരെ ആ യൂണിറ്റ് മാറ്റി കിലോഗ്രാം എന്നാക്കിയാൽ മതി. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് റേഷ്യോ കിട്ടി അല്ലേ? ഇനി നിങ്ങൾ കമ്പയർ ചെയ്യണം. ഈ റേഷ്യോ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യണം. എന്താ കമ്പയർ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തന്നിട്ടുള്ള റേഷ്യോ 5 കിലോഗ്രാം ഹൈഡ്രജൻ അല്ലേ? അതേപോലെ 16 കിലോഗ്രാം ഓക്സിജൻ. ഈ റേഷ്യോ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യണം. ഓക്കെ, ഇനി എന്താ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്? ആരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ഈ റേഷ്യോ വെച്ചാണ് നമുക്ക് മനസ്സിലാവുന്നത് ആരാണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തീർന്നു പോകുന്ന റിയേജൻറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദ റിയാക്റ്റൻറ്റ് വിച്ച് ഗെറ്റ്സ് കൺസ്യൂംഡ് ലിമിറ്റ്സ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് ആൻഡ് ഇസ് ദെർഫോർ കോൾഡ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. അതായത് ഇവിടെ 4 കിലോഗ്രാം 32 കിലോഗ്രാം എന്നുള്ള റേഷ്യോയിലാണ് ഹൈഡ്രജൻ ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 5 കിലോഗ്രാമും 16 കിലോഗ്രാമുമാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 16 കിലോഗ്രാം ഓക്സിജന് റിയാക്ട് ചെയ്യാൻ നോർമലി വേണ്ടത് 2 കിലോഗ്രാം ഹൈഡ്രജനാണ്. ശരിയല്ലേ? 32 കിലോഗ്രാം ഓക്സിജന് റിയാക്ട് ചെയ്യാൻ വേണ്ടത് 4 കിലോഗ്രാം ഹൈഡ്രജൻ ആണെങ്കിൽ 16 കിലോഗ്രാം ഓക്സിജന് റിയാക്ട് ചെയ്യാൻ വേണ്ടത് 2 കിലോഗ്രാം ഹൈഡ്രജനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ റിയാക്ഷനിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 5 കിലോഗ്രാം ഹൈഡ്രജനും 16 കിലോഗ്രാം ഓക്സിജനും ആണെങ്കിൽ 16 കിലോഗ്രാം ഓക്സിജൻ ആദ്യം തീർന്നു പോകും അല്ലേ? 16 കിലോഗ്രാമിന് റിയാക്ട് ചെയ്യാൻ വേണ്ടത് എത്ര മാത്രമാണ്? 2 കിലോഗ്രാം മാത്രമാണ് വേണ്ടത്. അപ്പോൾ എത്ര വാട്ടർ ഫോം ചെയ്യും? 16 + 2 18 കിലോഗ്രാം വാട്ടറാണ് ഇവിടെ ഫോം ചെയ്യുക. അതും നമുക്ക് കിട്ടി. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? ബാക്കി 3 കിലോഗ്രാം ഹൈഡ്രജൻ ഇവിടെ ബാക്കി ഉണ്ടാവും. അതെന്താ കാരണം? കാരണം ഇവിടെ 5 കിലോഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ 2 കിലോഗ്രാം മതി. 16 കിലോഗ്രാം ഓക്സിജനോട് റിയാക്ട് ചെയ്യാനായിട്ട് 2 കിലോഗ്രാം ഹൈഡ്രജൻ മതി. അപ്പോൾ ബാക്കി ബാലൻസ് ആയിട്ട് അല്ലേ, റിമൈനിങ് ആയിട്ട് ബാലൻസ് ആയിട്ട് ഇവിടെ ഹൈഡ്രജൻ 3 കിലോഗ്രാം ബാക്കി ഉണ്ടാവും. ഓക്സിജൻ കംപ്ലീറ്റ് തീർന്നു പോയിട്ടുണ്ടാവും. ഇവിടെ ഒന്നും ഉണ്ടാവില്ല, 0 ആയിരിക്കും. അതേപോലെ വാട്ടർ ഇവിടെ 18 കിലോഗ്രാം ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ തീർന്നു പോയ ആളാണ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജനാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ബാക്കി വന്ന ആളാണ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജനാണ് നമ്മുടെ എക്സസ് റിയേജൻറ്റ്. അപ്പോൾ ഇനി കണ്ടോ, ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ഇനി സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ലിമിറ്റിംഗ് റിയേജൻറ്റ് ആരാന്നുള്ള ചോദ്യം ഓക്സിജൻ, എക്സസ് റിയേജൻറ്റ് ആരാന്നുള്ള ചോദ്യം ഹൈഡ്രജൻ അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നു എക്സസ് റിയേജൻറ്റ് എത്ര ബാക്കി വന്നു? ഇതാ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് 3 കിലോഗ്രാം. പിന്നെ നമ്മളോട് ചോദിച്ചു എത്ര പ്രോഡക്റ്റ് ഫോം ചെയ്തു? ഇതാ അതും നമ്മളോട് ചെയ്തു വെച്ചിട്ടുണ്ട് 18 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളെല്ലാം കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞു. ശരിയല്ലേ? ഇതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫൈനലി പറയുകയാണ് എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്.
അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ ആദ്യം എക്സോസ്റ്റഡ് ആവുന്ന, ആദ്യം തീർന്നു പോകുന്ന റിയേജൻറ്റ്. ഓക്കെ, ആദ്യം കൺസ്യൂംഡ്, കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്ത് തീർന്നു പോകുന്ന റിയേജൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് അവരുടെ റേഷ്യോ അല്ലാത്ത രീതിയിൽ നമ്മൾ ആ റേഷ്യോ തെറ്റിച്ച് എടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ തെറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സംഭവിക്കുക? ആരാണ് ലിമിറ്റ് ചെയ്യുക? ആരാണ് കൺസ്യൂംഡ് ആവുക? ഇതൊക്കെ ആരാണ് എക്സസ് വരിക? ഇതൊക്കെ മനസ്സിലാവുന്നത് എങ്ങനെയാണ്? അത് അവരുടെ റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇയാളെ ലിമിറ്റിംഗ് റീജിയൻ എന്ന് വിളിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ഹൈഡ്രജൻ ഇവിടെ 3 കിലോഗ്രാം ബാക്കി കിടക്കുക. ഓക്സിജൻ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹൈഡ്രജൻ കൂടെ റിയാക്ട് ചെയ്ത് അപ്പുറത്തോട്ട് വാട്ടറായിട്ട് പോയേനെ അല്ലേ? കുറച്ചെങ്കിലും ഓക്സിജൻ ഇവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ റിയാക്ഷൻ ഇപ്പോൾ 18 കിലോഗ്രാം വാട്ടറിൽ സ്റ്റോപ്പ് ആവാനുള്ള കാരണക്കാരൻ ആരാണ്? ഈ ഓക്സിജനാണ്. ഇവൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ബാക്കിയുള്ള ഹൈഡ്രജനും കൂടെ വാട്ടറായിട്ട് മാറിയേനെ. പക്ഷെ അത് സംഭവിക്കാത്തതിൻ്റെ കാരണം, അപ്പോൾ ഈ റിയാക്ഷൻ നടക്കാത്തതിൻ്റെ കാരണം, ഈ റിയാക്ഷനെ ലിമിറ്റ് ചെയ്തതിൻ്റെ കാരണം ആരാണ്? ഈ ഒരൊറ്റ ഓക്സിജനാണ്. കണ്ടോ? ഇതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന ആൾ, റിയാക്ഷനെ മുമ്പോട്ട് പോകാൻ സമ്മതിക്കാത്ത ആൾ, അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ കഥയൊക്കെ പറയുന്നതിന് മുമ്പ് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അതാണ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ച് തന്നിട്ട് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കുക.